ما حربت قط إلا عاد من حربي عاد العادي إليها ملقي السلام ما حربت قط ഒരിക്കലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ അത് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടില്ല. ഇല്ലാ ആദ അഅദൽ ആദി, ഏതു കൊടും ശത്രുവാണെങ്കിലും അവൻ തിരിച്ചു മടങ്ങിയിട്ടല്ലാതെ മിൻ ഹറബി, അവന്റെ യുദ്ധം നിർത്തിയിട്ട്, അഥവാ ആശയപരമായ അവന്റെ ആ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഏതെതിർക്കാൻ വന്നവനും മടങ്ങിയിട്ടല്ലാതെ ഒരു എതിർപ്പും നേരിട്ടിട്ടില്ല. എന്തിലേക്ക് മടങ്ങി? ഇലൈഹ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളിലേക്ക്. മുൽഖിയ സലമി, ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട്, അതല്ലെങ്കിൽ ആ ആയാത്തുകൾക്ക് നേരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ ആയാത്തുകളിലേക്ക് മടങ്ങിയിട്ടല്ലാതെ ഒരാളും എതിർത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഖുർആനിനെ എതിർത്തിട്ടുണ്ടോ അവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി ഒന്നിരിക്കൽ ആ എതിർപ്പിൽ നിന്ന് പിന്തിരിയുക, അതല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്, ഖുർആനിന്റെ വഴിയിലേക്ക് കടന്നു വരിക എന്നതല്ലാതെ ഒരു എതിർപ്പുകാരനും അങ്ങനെ എതിർത്ത ചരിത്രമില്ല. വലീദ് ബിൻ മുഗീറ അഥവാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംവാദം നടത്താൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഖുർആനിൽ ഒരു ആയത്ത് ഓതി തരണം. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ എന്ന് ഓതാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിച്ച് ഓതി തരുമോ? ഓതിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ഇന്ന ലഹു ലഹലാവ, ഇതിന് പ്രത്യേകമായൊരു മധുരമുണ്ട്. വ ഇന്ന അലൈഹി ലത്വലാവ, ഇതിന് പ്രത്യേകമായൊരു ആകർഷണമുണ്ട്. മാ യഖൂലു ഹാദാ ബശർ, ഇതൊരു മനുഷ്യൻ പറഞ്ഞ സംസാരങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോവാൻ. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആയാത്തുകൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അങ്ങനെ ഖുർആനിനെ എതിർക്കാൻ വന്നവരൊക്കെ ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി അവരാ എതിർപ്പിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ അവർ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നു. രണ്ടാലൊന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല.